A+Bയിലേക്ക് സ്വാഗതം. വാഹന വായ്പ എടുക്കുന്ന നിരവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. വെഹിക്കിൾ ലോൺ ഇത് എടുക്കുകയും പലരും അതിൽ വീഴ്ച വരുത്തുകയോ ഇല്ലെങ്കിൽ പൂർണ്ണമായി അടയ്ക്കുകയോ ഒക്കെ ചെയ്യും. അതിനെ സംബന്ധിച്ച് ചില കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ വരുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ചില അബദ്ധങ്ങൾ നമ്മുടെ ഈ യുവാക്കൾ കാണിക്കുന്നത് കൊണ്ടാണ്. യുവാക്കൾ മാത്രമല്ല, വാഹന വായ്പ എടുക്കുന്ന പലരും കാണിക്കുന്നത് കൊണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആദ്യമായി നിങ്ങൾ ഈ ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ EMI എല്ലാം കൃത്യമായും നിങ്ങൾ അടച്ചു, നിങ്ങൾ ലോൺ ക്ലോസ് ചെയ്തു, വാഹന വായ്പ ക്ലോസ് ചെയ്താലും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ അപ്പോഴും ഈ ലോൺ തന്ന ബാങ്ക് തന്നെ ആയിരിക്കും. അതായത് ഹൈപ്പോത്തറ്റിക്കൽ ഓണർ എന്ന് പറയുന്നത് ലോൺ തരുന്ന ബാങ്ക് ആയിരിക്കും. അപ്പോൾ അത് രേഖകളിൽ നിന്നും മാറ്റേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ബാങ്കിൽ നിന്നും ഒരു NOC വാങ്ങണം, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് NOC തരണം എന്നുള്ളതാണ്. ഇങ്ങനെ NOC തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ RTO ഓഫീസിലത്തേക്ക് എത്തിക്കുകയും നിങ്ങൾ അവിടെ ഒരു ഫോമുണ്ട്, ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഓണർഷിപ്പ് മാറ്റുകയും വേണം. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ബാങ്കിൽ നിന്നും NOC വാങ്ങുക എന്നുള്ളതാണ്. ഇത് NOC വാങ്ങുന്നത് എന്തിനാണ്? നമ്മുടെ RC ബുക്കിൽ നമ്മുടെ പേര് മാറ്റുന്നതിന് വേണ്ടിയാണ്. അവിടെ RC ബുക്കിൽ നമ്മുടെ ലോൺ എന്നുള്ളത് ഹൈപ്പോത്തറ്റിക്കൽ ഉടമ എന്നുള്ള നിലയിൽ ബാങ്ക് തന്നെ ആയതുകൊണ്ട് ആ ബാങ്കിനെ ഒഴിവാക്കി നമ്മുടെ പേര് RC ബുക്കിൽ എൻഡോഴ്സ് ചെയ്യണം. അതുപോലെ ഈ RTO ഓഫീസിലെ രേഖകളിലും നമ്മുടെ പേര് വരേണ്ടതുണ്ട്. രണ്ടാമതായി, ഇൻഷുറൻസ് കമ്പനികൾക്കും നമ്മുടെ ഈ ഉടമസ്ഥാവകാശം മാറ്റിയ കാര്യം അറിയിക്കാനുണ്ട്. അവർക്കും ബാങ്കിൻ്റെ NOCയും ഉൾപ്പെടെയുള്ള രേഖകൾ നിങ്ങൾ നൽകാനുണ്ട്. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്തിരിക്കണം. ലോൺ ക്ലോസ് ചെയ്തു എന്ന് നിങ്ങൾ ബാങ്കിൽ ഉറപ്പാക്കുകയും വേണം. അത് മൂന്നാമത്തെ കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ബാങ്കിൽ നിന്നും NOC വാങ്ങുകയും നിങ്ങൾ RC ബുക്കിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ RTO ഓഫീസിൽ നിങ്ങൾ കൊടുക്കുകയും വേണം. 1. 2, അതിനോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനിക്കും നിങ്ങൾ നിങ്ങളുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത കാര്യം അറിയിക്കണം. ഈ പറഞ്ഞ രേഖകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ലോൺ ക്ലോസ് ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ബാങ്കിൽ നമ്മൾ EMI എല്ലാം അടച്ചു, നമ്മൾ വിടുതൽ ചെയ്തു, പക്ഷേ അത് ലോൺ ക്ലോസ് ചെയ്ത രേഖ ഈ ക്ലോസ് ചെയ്തതായിട്ട് ബാങ്കിൻ്റെ രേഖകളിൽ അത് എൻഡോഴ്സ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ഇല്ലെങ്കിലോ ആക്റ്റീവ് ലോൺ എന്ന വിഷയത്തിൽ നിങ്ങൾ ഉൾപ്പെട്ട് അവിടെ കിടക്കും. അങ്ങനെ കിടന്നാലോ നിങ്ങളുടെ സിബിൽ സ്കോറിനെ അത് ബാധിക്കും. കാരണം ലോൺ ക്ലോസ് ചെയ്തു എന്ന് സിബിൽ വിഭാഗത്തിന് ഇത് അറിയേണ്ടതുണ്ട്. അങ്ങനെ അറിയണമെങ്കിൽ ലോൺ ക്ലോസ് ചെയ്തു എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് ലോണുകൾ ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇത് ആക്റ്റീവ് ലോൺ എന്ന നിലയിൽ തന്നെ ബാങ്ക് രേഖകളിൽ കിടന്നാൽ നിങ്ങൾക്ക് ലഭിക്കില്ല. സിബിൽ സ്കോറിനെ ബാധിച്ചതുകൊണ്ട് ലോൺ ലഭിക്കില്ല. അതുകൊണ്ട് ലോൺ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പാക്കുന്നത്? ബാങ്കിൽ എൻ്റെ ലോൺ ക്ലോസ്, അപ്പോൾ നിങ്ങൾ NOC വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കത് ക്ലോസ് ചെയ്തു എന്ന് അവരതിനകത്ത് റെക്കോർഡ് ചെയ്യാം. ഇതൊക്കെ ചിലപ്പോൾ വീഴ്ചകൾ വന്നേക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നിങ്ങളത് ചെയ്യണം.